ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം. പലർക്കും ഈ ചോദ്യം വളരെ ശക്തമായ യുക്തിവാദം പോലെ തോന്നാറുണ്ട്. പക്ഷേ അക്കാദമിക് ലോകത്ത് ഈ ചോദ്യം എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ ഈ ചോദ്യം യുക്തിപരമാണോ എന്നത് നോക്കാം. ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവായി നിർവചിച്ചാൽ ആരെങ്കിലും സൃഷ്ടിച്ചോ എന്ന ചോദ്യം സ്വാഭാവികമായി വരും. പക്ഷേ പരമ്പരാഗത ദൈവസങ്കല്പത്തിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല. ദൈവത്തെ എല്ലാത്തിനും അടിസ്ഥാനമായ സ്വയം നിലനിൽക്കുന്ന ഒരു സത്തയായാണ് നിർവചിക്കുന്നത്. അക്കാദമിക് തത്വശാസ്ത്രത്തിൽ ഇത്തരം ഒരു സത്തയെ ആവശ്യസത്ത എന്നാണ് വിളിക്കുന്നത്. അത് മറ്റൊന്നിനാൽ ഉണ്ടാകേണ്ടതില്ലാത്ത സ്വയം നിലനിൽക്കുന്ന ഒരു സത്ത എന്നർത്ഥത്തിലാണ്. അങ്ങനെയൊരു സത്തയെക്കുറിച്ച് ആരെങ്കിലും സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നത് അക്കാദമിക് തലത്തിൽ ഒരു വിഭാഗപിഴവായി കണക്കാക്കപ്പെടുന്നു. കാരണം സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ് സൃഷ്ടിക്കപ്പെടാത്തതായി നിർവചിച്ചിരിക്കുന്ന ഒരു സത്തക്ക് പ്രയോഗിക്കുന്നത്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആദ്യത്തെ അക്കാദമിക് പിഴവ്. രണ്ടാമത്തെ അക്കാദമിക് പ്രശ്നം, ഈ ചോദ്യം പലപ്പോഴും ഒരു വിശദീകരണം തേടുന്ന ചോദ്യമല്ല, ഒരു പ്രതികാര ചോദ്യമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. എല്ലാത്തിനും കാരണമുണ്ടെങ്കിൽ ദൈവത്തിനും കാരണമുണ്ടാകണം എന്ന രീതിയിലാണ് ഇത് സാധാരണയായി ഉയർത്തുന്നത്. പക്ഷേ അക്കാദമിക് ചർച്ചയിൽ ദൈവവാദികൾ സാധാരണ പറയുന്നത് എല്ലാം കാരണമുള്ളതാണ് എന്നല്ല, ആരംഭമുള്ള എല്ലാത്തിനും കാരണമുണ്ടാകും എന്നാണ്. ഈ വ്യത്യാസം അവഗണിച്ച് ചോദ്യം ഉയർത്തുമ്പോൾ അത് യഥാർത്ഥ വാദത്തെ മാറ്റിസ്ഥാപിക്കുന്ന ഒരു തെറ്റായ വിമർശനമായി മാറുന്നു. മൂന്നാമത്തെ അക്കാദമിക് പ്രശ്നം, ഈ ചോദ്യം ഒരു അനന്തപരമ്പരയിലേക്ക് നയിക്കുന്നതാണ്. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവനെ മറ്റൊരു ദൈവം എന്ന് പറയാം. പിന്നെ അവനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം വീണ്ടും വരും. ഇങ്ങനെ ഉത്തരം ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു അനന്തപരമ്പര മാത്രമേ ഉണ്ടാകൂ. അക്കാദമിക് തത്വശാസ്ത്രത്തിൽ ഇത് ഒരു വിശദീകരണമല്ല, പ്രശ്നം മാറ്റിവെക്കലാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ചോദ്യം വരും, അക്കാദമിക് ലോകത്ത് അതിനേക്കാൾ ശക്തമായ ചോദ്യങ്ങളില്ലേ? ഉണ്ട്. ശക്തമായ ചോദ്യങ്ങൾ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന രൂപത്തിലല്ല ഉയരുന്നത്. പകരം ദൈവം എന്നത് സ്വയം നിലനിൽക്കുന്ന മറ്റൊന്നിലും ആശ്രയിക്കാത്ത ഒരു സത്തയാണ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ചോദ്യം. അങ്ങനെ ഒരു സത്ത വിരോധങ്ങളില്ലാതെ നിലനിൽക്കുമോ? അത് വെറും വാക്കുകളോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യ ആശയമോ എന്നതാണ് ഇവിടെ ഉയരുന്ന സംശയം. അതുപോലെ ദൈവം കാലത്തിനും കാരണബന്ധത്തിനും പുറത്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അർത്ഥമുള്ള രീതിയിൽ സംസാരിക്കാൻ കഴിയുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ്. കാരണം നമ്മുടെ എല്ലാ ആശയങ്ങളും കാലം, കാരണം, മാറ്റം എന്നിവയെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത്. ഇവയെല്ലാം ഒഴിവാക്കിയാൽ അവശേഷിക്കുന്ന സത്ത എന്താണ് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നുണ്ടോ എന്ന സംശയം അക്കാദമിക് തലത്തിൽ ഉയരുന്നു. അതിനേക്കാൾ ഇത്തരം ചോദ്യങ്ങളാണ് ദൈവസങ്കല്പത്തെ ഗൗരവമായി പരിശോധിക്കാൻ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം പൊതുചർച്ചയിൽ ശക്തമായി തോന്നിയാലും അക്കാദമിക് ലോകത്ത് അത് ഏറ്റവും ശക്തമായ വിമർശനമായി കണക്കാക്കപ്പെടാത്തത്. ഇതിന്റെ അർത്ഥം ഈ ചോദ്യം ചോദിക്കരുത് എന്നല്ല, പക്ഷേ അക്കാദമിക് തലത്തിൽ ഇത് പരിധിയുള്ള ഒരു ചോദ്യം മാത്രമാണ് എന്നതാണ്. അവസാനം ഇത്ര മാത്രം പറയാം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ട ഒന്നായി കണക്കാക്കുമ്പോൾ മാത്രം യുക്തിപരമാകും. പക്ഷേ ദൈവത്തെ സൃഷ്ടിക്കപ്പെടാത്ത സ്വയം നിലനിൽക്കുന്ന ഒരു സത്തയായി നിർവചിക്കുന്ന ദൈവവാദങ്ങളിൽ ഈ ചോദ്യം അക്കാദമിക് തലത്തിൽ ശക്തമായ വിമർശനമല്ല. ദൈവത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഈ ചോദ്യത്തിൽ അവസാനിക്കുന്നില്ല. അതിനേക്കാൾ ആഴത്തിലുള്ള തത്വശാസ്ത്ര ചോദ്യങ്ങളിലൂടെയാണ് അവ മുന്നോട്ട് പോകുന്നത്. ചിന്തകൾ തുടരാം, ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെയാണ് അറിവ് മുന്നോട്ട് പോകുന്നത്. നന്ദി കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.